അഞ്ജിത തന്ന ഉപ്പിട്ട ചായ കുടിച്ചിട്ട് വായ മുഴുവനും നാശമായി. ഉപ്പിന്റെ ടേസ്റ്റ് പോകുന്നേയില്ല. അയ്യോ, അതിതുവരെ മാറിയില്ലേ? താനല്ലേ ഉത്തരവാദി. താൻ ഈ ഉപ്പിന്റെ ടേസ്റ്റ് മാറ്റി മധുരമാക്കി താ. അതെങ്ങനെയാ സാധിക്ക? അയ്യടാ, നിക്ക്. മോനെ വേണ്ട മധുരം ഞാൻ തരാം. സുലോചന ആന്റി പറഞ്ഞത് വാസ്തവാണ്. എന്റെയും ഗോപികയുടെയും വിവാഹം നടത്തുന്നതിന് മുൻപ് അഞ്ജിതയുടെ കല്യാണക്കാരിയായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് തന്നെയാണ് നല്ലത്. നീ എന്താ മോളെ പറയുന്നത്? നിന്റെയും ഗോപികയുടെയും കല്യാണം നടത്തുന്നതിന് മുമ്പ് എങ്ങനെ അഞ്ജിതയുടെ കല്യാണം ആലോചിക്കുന്നത്? അഞ്ജിതയുടെ കല്യാണം ഉടനെ നടത്തണം മുത്തശ്ശൻ. അതെന്താ അഞ്ജിതയുടെ കല്യാണം നടത്താൻ നിനക്ക് എത്ര വെപ്രാളം? മുത്തശ്ശനോടായതുകൊണ്ട് പറയാലോ. അവള് ഈയിടെയായിട്ട് ഇത്തിരി വഴിതെറ്റി പോവാണെന്നൊരു സംശയം. കാരണം ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഋഷി ഉണ്ടല്ലോ, അയാൾ എൻ്റെ സ്കൂളിലെ മെയിൻ കറസ്പോണ്ടൻ്റായ ജാനകി മാഡത്തിൻ്റെ മകനാ. ഇപ്പം ആ പയ്യൻ്റെ പിന്നാലെ കറങ്ങി നടക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ അഞ്ജിതയുടെ പ്രധാന പണി. അത് നീ എങ്ങനെ മനസ്സിലാക്കി? ഞാനതൊക്കെ മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതൊക്കെ വഴിയെ പറയാം. എന്നിട്ട് അവളുടെ ഈ നീക്കം വല്ലാത്ത അപകടത്തിലേക്കാണ് നീങ്ങുന്നത് മുത്തശ്ശ. അഞ്ജിത വെറുതെ ഒന്നും അല്ലല്ലോ ആ പയ്യന്റെ പിന്നാലെ ചുറ്റുന്നത്. അവളുടെ ഉള്ളില് അയാളോട് കടുത്ത പ്രേമാണ്. അതെനിക്ക് വ്യക്തമായി. അഞ്ജിത ഇങ്ങനെ വിട്ടാ അവളുടെ പ്രേമം മൂക്കും. അതവളുടെ തലയ്ക്ക് പിടിക്കും. അത് പിന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേരെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി കല്യാണാലോചനയായിട്ട് ഭാവിയിൽ ആ ചെക്കന്റെ വീട്ടുകാരെ സമീപിക്കും. ഋഷിയുടെ കുടുംബം എവിടെ നിൽക്കുന്നു, നമ്മുടെ കുടുംബം എവിടെ നിൽക്കുന്നു? അജഗജാന്തര വ്യത്യാസം ഇരു കൂട്ടരുടെയും കുടുംബങ്ങൾ തമ്മിലുണ്ട്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ വെക്കുന്ന പ്രപ്പോസൽ അവർ നിഷേധിക്കാനാണ് സാധ്യത. അങ്ങനെ റിജക്ട് ചെയ്താൽ എന്തായിരിക്കും അഞ്ജിതയുടെ അവസ്ഥ? അത് വളരെ പരിതാപകരമായിരിക്കും. അവൾക്ക് താങ്ങാനാകാത്ത വിഷമം ഉണ്ടാവും മുത്തശ്ശ. ആ വിഷമം ഉണ്ടാതിരിക്കാൻ വേണ്ടിയാ അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ പറയുന്നത്. അഞ്ജിതയുടെ കല്യാണം ഇത്രയും പെട്ടെന്ന് നടത്തണം മുത്തശ്ശ, അതാ നല്ലത്. കാര്യങ്ങളൊക്കെ ശരി തന്നെ. എന്നാലും നിങ്ങളെ രണ്ടാളെയും നിർത്തിക്കൊണ്ട് അഞ്ജിതയുടെ കല്യാണം നടത്തുക എന്ന് വെച്ചാൽ ശ്രീകലയാണോ മോളെ? അതെ മുത്തശ്ശ. ആ അമ്മേ. മോളെ, ഞാൻ മാത്രല്ല മുത്തശ്ശനും ഉണ്ട് ഇവിടെ. മുത്തശ്ശ. അച്ഛാ. മോളെ. അല്ല, എന്താ മുത്തശ്ശനും മോളും കൂടെ ഒരു വർത്താനം? ഞങ്ങള് അഞ്ജിതയുടെ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അല്ല, അതെന്താ ഇപ്പൊ അവളുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നേ? ഇവളുടെയും ഗോപികയുടെയും കല്യാണം കഴിഞ്ഞ ശേഷം അവളുടെ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ച പോരെ? എങ്കിൽ താ മുത്തശ്ശ. അമ്മേ, അത് പോരാ. അതെന്താ കാര്യം? പറയാം.
അവസ്ഥ കഷ്ടമായി പോയല്ലോ. അല്ല, ഇതാണ് അവസ്ഥയെങ്കിൽ ദേവിക മോള് പറയുന്നത് തന്നെയാ ശരി. അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ഇനി ഒന്നും നോക്കാനില്ല. അഞ്ജിതയുടെ കല്യാണക്കാരിയായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാ നല്ലത്. അമ്മയ്ക്കും കാര്യം മനസ്സിലായി. ആ, നീ ഒന്ന് അച്ഛന് ഫോൺ കൊടുത്തേ. ആ മുത്തശ്ശ. അച്ഛാ, അഞ്ജിതയുടെ കല്യാണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം ഇതാണെങ്കിൽ നിങ്ങൾ പറയുന്നവർ ചെയ്യാം. ശരി അച്ഛാ. ശരി മോളെ. ഋഷിയ എവിടെയാ? ഓ, ഓഫീസിലാണോ? കാണുന്നോ? ഇപ്പൊ എങ്ങനെ കാണുക? അല്ലെങ്കിൽ എപ്പോഴും കണ്ടാലും ശരിയാവില്ല. എന്താ പറഞ്ഞേ? അതൊന്നും ഇപ്പൊ വേണ്ട. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി ഋഷിയേട്ടാ. അതല്ലേ നല്ലത്. ഓ, ഇവിടെ ഞാൻ അയ്യോ, അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കൊന്ന് ഹണം വരും. വേണ്ടെന്ന്, കല്യാണം കഴിയട്ടെ. ഋഷിയേട്ടനോ ഒന്ന് വെയിറ്റ് ചെയ്യും. ഇത്രയൊക്കെ ആയില്ലേ? ഇനി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് കുഴപ്പം. എന്താടി എന്താ നിന്റെ ഭാവം? എന്നെ വട്ട പിടിപ്പിക്കാനാണോ ഈ അഭിനയൊക്കെ എന്റെ മുന്നിൽ കാണിക്കുന്നത്? എന്നാ മോള് കേട്ടോ, ഈ വക അഭ്യാസം ഒന്നും വേണ്ട. അതൊന്നും ഏക്കില്ല. നീയേ ഇപ്പൊ ഋഷിയോടല്ല സംസാരിച്ചെന്ന് എനിക്ക് വ്യക്തമായി. ഞാൻ നോക്കട്ടെ. കോൾ ഹിസ്റ്ററിയിൽ കാണുന്നില്ലല്ലോ. അപ്പൊ ഇത് വേറെ ഡ്രാമയാണ്. എന്റെ പൊന്നു മോളെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ ഋഷിയോട് അടുക്കാൻ ശ്രമിക്കുന്നത് ഒരു പാഴ്വേല മാത്രം. ഋഷി നിന്നോട് ഒരു കാരണവശാലും അടുക്കില്ല. അത്രയ്ക്ക് പ്രണയത്തിലാ ഞാനും ഋഷിയും. നോക്ക്, എനിക്കും ഋഷിക്കും തമ്മിൽ ഒരു കാരണവശാലും പിരിയാൻ സാധിക്കില്ല. മാത്രമല്ല, നീ എന്നല്ല ആര് വിചാരിച്ചാലും സാധിക്കില്ല. അതുകൊണ്ട് എന്റെ പൊന്നു മോള് ഇത്രയും നാണം കെട്ട രീതി സംസാരിക്കേണ്ട കാര്യമില്ല. പിടിക്കും. ദേവികയുടെ ഈ ഐഡിയ വൻ വിജയമായിരുന്നു. ഒത്തിരി പേരൻസ് നമ്മുടെ ഈ സ്പെഷ്യൽ ക്ലാസ്സുകളെ കുറിച്ച് വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ച് സംസാരിച്ചു. ഇപ്പൊ പല സ്കൂളുകളും നമ്മുടെ ഈ സ്കീമിനെ അനുകരിച്ച് സ്പെഷ്യൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാന്ന്. എനിഹൗ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. ഞാൻ ഇത് പറയാനാ വിളിപ്പിച്ച്. ദേവിക ക്ലാസ്സിലേക്ക് ചെന്നോളൂ. ശരി. ടീച്ചറെ, എനിക്ക് ടീച്ചറോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇന്നു മുതൽ ഞാൻ ടീച്ചറുടെ വീട്ടിൽ ട്യൂഷന് വരുന്നില്ല. അതെന്താ വരാത്തെ? അതിന്റെ ആവശ്യമില്ല ടീച്ചറെ. ഇവിടുത്തെ സ്പെഷ്യൽ ക്ലാസ്സിൽ നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. ഇനി വേറെ പ്രത്യേകിച്ച് ഒരു ട്യൂഷന് പോകണ്ടെന്നാ വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ വരില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ക്ലാസ്സിലെ മിക്ക കുട്ടികളും ഇനി വരില്ല എന്ന് തോന്നുന്നു. എന്നാ ഞാൻ പൊക്കോട്ടെ ടീച്ചറെ. പോലെ എങ്ങോട്ടെങ്കിലും നോക്കി കിടക്കല്ലേ? താഴേക്ക് നോക്ക്. മാമ എന്താ മാലക വരാത്തെ? മാലക വരും. നീ നോക്കി നടക്കും.
കൂട്ടാ നിന്റെ മാലക ഇവിടെ വരുന്നല്ലേ പറഞ്ഞത്? ഇതുവരെ വന്നില്ലല്ലോ. വരും, എന്റെ മലക എന്തായാലും വരും. എന്റെ മലക ഇത് ദോശയായിട്ട് വരും. കുട്ടൻ അത്രയ്ക്ക് ഉറപ്പാണോ? ആ മലക വരും അമ്മ. മലക വന്ന് മലക വന്ന് മലക എനിക്ക് ദോശ കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നെ ഇല്ലാതെ. എവിടെ 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 ദോശയുടെ നോക്കട്ടെ. തരാം, വാ. ആ, ആ. ഇവിടെ ഇരിക്കാം, വാ. ഇരിക്ക്. ഇരിക്ക് ഇരിക്ക്. ഹായ് ദോശ. കുട്ടാ, ഹായ് സുഖിയൻ. കുട്ടിന് സുഖിയൻ ഇഷ്ടാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആ. താ, എനിക്ക് സുഖിയൻ താ. ആ, താ, താ. ആ, തരാം തരാം. കുട്ടാ, കുട്ടിന് തന്നെ തരാം. ഈ എല്ലാ സുഖിയനും കുട്ടിന് തന്നെ. പക്ഷെ അതിനു മുൻപ് അതിനു മുമ്പ് ഈ മരുന്ന് കുട്ടൻ കഴിക്കണം. എനിക്ക് മരുന്നൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, സോഹ്യം മുഴുവൻ കുട്ടന് തരാം. പക്ഷെ അതിനു മുൻപ് ഈ മരുന്ന് കുട്ടൻ കഴിക്കണം. എനിക്ക് വേണ്ട. വേണം, കഴിക്കണം. കുട്ടൻ മരുന്ന് കഴിച്ചാ കുട്ടന് നാളെ നെയ്യപ്പം കൊണ്ടുവരാം, മറ്റന്നാ ജിലേബി കൊണ്ടുതരും, ദേ അതിന്റെ അടുത്ത ദിവസം ലഡ്ഡു തരും. അങ്ങനെ ഓരോ ദിവസവും കുട്ടന് ഇഷ്ടപ്പെട്ട പലഹാരം ഞാൻ കൊണ്ടുതരും. ലഡും ജിലേബിയും കൂടി തരുമോ? കൊണ്ടുതരും, പക്ഷെ ഇപ്പൊ ഈ മരുന്ന് കഴിക്കണം. കുടിക്ക്. ആ, ഈ ചികിത്സ കൊണ്ട് സിദ്ധാർത്ഥന്റെ അസുഖം മാറുമല്ലോ അല്ലേ? ഇതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടപ്പെടുന്നത് എന്റെ ജോലിയായിരിക്കും. ഒരു കുഴപ്പവും സംഭവിക്കില്ല. എന്റെ കുട്ടന്റെ അസുഖം മുഴുവൻ മാറി കുട്ടൻ മെടുക്കണം. മുത്തശ്ശ, ഓളെ ആ, നമ്മൾ തീരുമാനിച്ച പോലെ അഞ്ജിതയുടെ വിവാഹകാര്യവുമായി ഇന്ന് ഞാനൊരു പ്രോഗ്രാം കണ്ടു. ആണോ? എന്നിട്ട്? എന്നിട്ടെന്താ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്. അഞ്ജിതയ്ക്ക് അനുയോജ്യനായ ഒരു ചെക്കനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരാമെന്ന് അടയേറ്റിട്ടുണ്ട്. നമുക്ക് നോക്കാം. മുത്തശ്ശ, അഞ്ജിത, അഞ്ജി എന്താ നീ കാണിക്കുന്നേ? എന്താ എന്താ അതിന്റെ പ്രശ്നം? എല്ലാത്തിനും കാരണം അച്ഛനാ. ഞാനെന്ത് ചെയ്തു? അച്ഛൻ എന്തിനാ ഇവളുടെ ഇഷ്ടം തിരിച്ചറിയാതെ ഇവക്ക് ചെക്കനെ അന്വേഷിക്കാൻ വേണ്ടി ബ്രോക്കറൊക്കെ ഏർപ്പാട് ചെയ്തത്? അച്ഛൻ ബ്രോക്കറെ കണ്ട വിവരമൊക്കെ ഇവൾ അറിഞ്ഞു. അച്ഛൻ ഇവർക്ക് ഇഷ്ടം ഋഷിയോടാ. കല്യാണം കഴിക്കുന്നെങ്കിൽ അത് ഋഷിയെ മാത്രമായിരിക്കും എന്ന വാശിയില്ല ഇവള്. അതിനു വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട പുരുഷനെ നേടാൻ വേണ്ടിയിട്ടാ ഇവളീ സാഹസമൊക്കെ കാണിക്കുന്നത്. അച്ഛനും ദേവികയും തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യായിരുന്നു?
പ്രേമം തലയ്ക്ക് മൂത്ത് നിൽക്കുന്ന ഇവിടെ ഉപദേശിച്ച ഇവളുടെ തലയിൽ എന്തെങ്കിലും കയറോ? നിങ്ങളെ കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഞാൻ നൊന്തു പെറ്റ എന്റെ മോളുടെ ശവം കാണേണ്ടി വന്നു. അയ്യോ, എന്തായാലും തലനാരിഴയ്ക്ക് അഞ്ജിത രക്ഷപ്പെട്ടതെന്റെ ഭാഗ്യം. ആന്റി, ആഗ്രഹിക്കുമ്പോ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും പൊരുത്തപ്പെടുന്ന ഒരു ബന്ധമല്ലേ ആഗ്രഹിക്കാവൂ? ഈ ഋഷി ആരാന്നാ നിങ്ങളുടെയൊക്കെ വിചാരം? അവര് കോടീശ്വരന്മാരാ. അവരുമായിട്ടൊരു ബന്ധം നമുക്ക് സാധ്യമാവോ? അവര് നമ്മളുമായിട്ട് ബന്ധം കൂടാൻ സന്നദ്ധരാവോ? അതൊന്നും എനിക്കറിയില്ല. ഋഷിയെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവള് ചാവൂന്ന് ഉറപ്പല്ലേ? ഇന്നിപ്പോ കയറെടുത്ത ഇവക്കാണോ നാളെയും കയറെടുക്കാൻ പേടി? ഋഷിയെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഋഷിയുമായി ഒരുമിച്ചൊരു ജീവിതം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ ചാവും. മരുദേവികളാണ് സത്യം. ഞാൻ ചാവും. ഞാൻ ആത്മഹത്യ ചെയ്യും. മോളെ, ഇവളുടെ വാശി നിനക്കറിയാലോ. പറഞ്ഞതൊക്കെ ചെയ്യും. അതെന്റെ പേടി. ദേവിക, നീ വിചാരിച്ച എന്റെ മോളുടെ ഭാവി രക്ഷപ്പെടുത്താനാവും. ഞാൻ എന്തിനാണെന്ന് ആന്റി പറയുന്നത്? ദേവികയ്ക്ക് ആ കുടുംബമായിട്ട് അടുപ്പമുണ്ടല്ലോ. ആ അടുപ്പം വെച്ച് ദേവിക എന്റെ മോൾക്ക് വേണ്ടി സംസാരിക്കണം. ഋഷിയും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടക്കാൻ വേണ്ടി മോള് മുന്നിട്ട് നിൽക്കണം. അഞ്ജിതയ്ക്ക് വേണ്ടി നീ അത് ചെയ്യില്ലേ? നീ അത് ചെയ്യണം. എന്റെ മോക്ക് വേണ്ടി ഞാൻ നിന്റെ കാല് പിടിക്കാം. ആന്റി, എന്താ ആന്റി ഇത്? എന്റെ കാല് പിടിക്കൊന്നും വേണ്ട, ഞാൻ സംസാരിക്കാം. അഞ്ജിതയുടെ കാര്യം ഞാൻ ഋഷിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം. നീ തനിച്ച് പോട്ടെ, ഞാനും കൂടെ വരാം. എന്താ? വെയിറ്റ്. ഇത് തനിക്കുള്ളൊരു സമ്മാനം. ഇതെനിക്കാണോ? ഗോപിയുടെ കരുത്തിൽ എത്രയും പെട്ടെന്ന് താലി ചാർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ദേവികേച്ചിയുടെ കല്യാണം കഴിയാതെ അതിന് സാധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് തൽക്കാലം ഈ സ്വർണ്ണ ചെയിനിൽ ഒതുക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാലേ ആ തൃക്കരങ്ങളൊന്ന് നീട്ടിയാട്ടെ. അതേ, എന്നെ താലി കെട്ടാൻ കൊതി പൂണ്ട് നടക്കുന്ന ആള് തന്നെ ഇതെന്റെ കഴുത്തിൽ അണിയിച്ചു തരണം. അയ്യോ, സത്യമായിട്ട് ഞാനത് മനസ്സിൽ വിചാരിച്ചതാ. ആണോ? എന്നാലേ എന്തിനാ കാത്തു നിൽക്കുന്നേ? ചടങ്ങ് നടക്കട്ടെ. കേട്ടട്ടെ?
അതാ ശരി. ഋഷിയുടെ വീട്ടുകാർ എത്ര വലിയ ആൾക്കാര്, എത്ര കോടീശ്വരമായ പെൺകുട്ടികളെ ഋഷിക്ക് വേണ്ടി കണ്ടെത്താൻ കഴിയും. ആ സ്ഥിതിക്ക് നമ്മളൊരു വിവാഹാലോചനയുമായി ചെന്നാൽ അവരത് അംഗീകരിക്കുമോ? ഇത് പറഞ്ഞാൽ സുലോചനയ്ക്കും അഞ്ജിതയ്ക്കും മനസ്സിലാവണ്ടേ? എന്തായാലും നമുക്ക് ഋഷിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം മുത്തശ്ശ. അവരോട് സംസാരിക്കാതെ ഒരു മുൻവിധി എടുക്കുന്നത് നല്ലതല്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരുപക്ഷെ ഋഷിയുടെ വീട്ടുകാര് ഋഷിയുടെ കാര്യത്തിൽ നമ്മൾ കരുതുന്ന പോലൊരു തീരുമാനം അല്ല എടുക്കുന്നതെങ്കിലും. അതും ശരിയാ. ദൈവനിശ്ചയം എന്താണെന്ന് അറിയില്ലല്ലോ. അല്ല മോളെ, അഞ്ജിതയുടെ വിവാഹം നേരത്തെ നടത്തുന്നതിനോട് നിനക്ക് എതിർപ്പില്ലെന്ന് കരുതി ഗോപി അത് അംഗീകരിക്കണമെന്നുണ്ടോ? അത് ഞാൻ ചിന്തിച്ചു. ഗോപിക്ക് ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാനാവില്ല. അഞ്ജിതയുടെ വിവാഹം എനിക്ക് മുന്നേ നടത്താൻ പോവാണെന്ന് അവൾ അറിഞ്ഞാൽ അവൾ എതിർക്കും. അത് മാത്രമല്ല, അവളുടെ അടുത്ത സുഹൃത്താണ് ഋഷി. ആ ഋഷിയായിട്ടാണ് അഞ്ജിത കല്യാണം നടത്താൻ പോകുന്നതെന്ന് കേട്ടാൽ ഒരിക്കലും അവൾ അടങ്ങിയിരിക്കില്ല. അവളിവിടെ വലിയ കോലാഹലം തന്നെ ഉണ്ടാക്കും. അഞ്ജിതയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലേ മതിയാവും, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അത് ഭംഗിയായി നടക്കണമെങ്കിൽ തൽക്കാലം ഋഷിയും അഞ്ജിതയും തമ്മിലുള്ള വിവാഹാലോചനയെക്കുറിച്ച് ഗോപിക അറിയാതിരിക്കണം. തൽക്കാലം ഗോപിക ഇത് അറിയണ്ട.